പല വിദ്യാർത്ഥികളും പലപ്പോഴായി ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്ന്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മുടെ കയ്യിൽ ഗാഡ്ജറ്റ് ഉള്ളതുകൊണ്ട്, ലാപ്ടോപ്പോ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈനായി എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ മുതൽ പാസ് ഔട്ടായി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് വരെ നമുക്ക് ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ വളരെയധികം ഉപകാരമാണ്. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ഗസ്റ്റ് ലോഗിൻ ആയിട്ടോ സൈനപ്പ് ആയിട്ടോ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഇൻ്റർഫേസ് വരും. അതിൽ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൽ ചോദിച്ചിരിക്കുന്ന ബേസിക് ഇൻഫോർമേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക. നെയിം, അഡ്രസ്സ്, പാസ് ഔട്ട് ഇയർ തുടങ്ങിയുള്ള ബേസിക് ഇൻഫോർമേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുക. പിന്നെയുള്ളത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങളും വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ്. ഇതിൽ 5 അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ആദ്യം ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫാണ്. നമ്മുടെ ഫോട്ടോ 20 മുതൽ 40 KB ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ സ്റ്റുഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് റീസൈസുള്ള സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ആ ഫോട്ടോ എടുത്ത് ഇമേജ് റീസൈസ് കൊടുത്ത് 20 to 40 KB ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അപ്ലോഡ് ചെയ്യാം ഫോട്ടോ. പിന്നെയുള്ളത് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റിൻ്റെ അപ്ലോഡഡ് വേർഷനാണ്. ഇനി പറയുന്ന 4 PDF ഫോർമാറ്റാണ്. ഫോട്ടോ JPG ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി പറയാൻ പോകുന്ന എല്ലാ സർട്ടിഫിക്കറ്റിനും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് വേണ്ടത്. SSLCയുടെ ഫോട്ടോ കോപ്പി, ദെൻ +2 ഫോട്ടോ കോപ്പി, ദെൻ ഡിഗ്രിയുടെ കൺസോളിഡേറ്റഡ് കം പ്രൊവിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. നേരത്തെ പറഞ്ഞതുപോലെ 4 അറ്റസ്റ്റഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണ് വേണ്ടത്. ഓരോന്നും അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പറയാറുണ്ട്, എറർന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ നോക്കുക ഇതിൻ്റെ KB കറക്റ്റ് തന്നെയാണോ. ഫോട്ടോയ്ക്ക് 20 to 40 KB ആണെങ്കിൽ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് PDF ഫോർമാറ്റിലാണോ ചെക്ക് ചെയ്യണം. ദെൻ 400 KB കൂടാനും പാടില്ല. ഇങ്ങനെയുള്ള ചില ഇൻസ്ട്രക്ഷൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് നോക്കിയ ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. പിന്നെയുള്ളത് പേയ്മെൻറ്റ് ഫോർമാറ്റാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ചലാനാണ്. ചലാൻ നമ്പർ ഓർത്ത് വയ്ക്കുക. നമ്മുടെ സർട്ടിഫിക്കറ്റിനെ അപ്ലൈ ചെയ്യുമ്പോൾ ചലാൻ എടുക്കണം. ആ നമ്പർ ഫർദർ റെഫറൻസിന് ഉപകാരപ്രദമായിരിക്കും. ദെൻ നമുക്ക് UPI പേയ്മെൻറ്റോടുകൂടി കാര്യങ്ങൾ അവസാനിപ്പിക്കാം. UPI ഉണ്ട്, ദെൻ അതായത് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താം. മുൻപൊക്കെ പേയ്മെൻറ്റ് നടത്തിയാലും ഹാർഡ് കോപ്പി അയക്കണം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് അപ്ലിക്കേഷൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ അപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പി യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ടതില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് ഫോർ ഫർദർ റെഫറൻസ്. ഇത്ര മാത്രമേ ഉള്ളൂ. വീട്ടിലിരുന്ന് സ്വന്തം ഗാഡ്ജറ്റിൻ്റെ സഹായത്തോടു കൂടി ഓൺലൈനായി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.